നോമ്പുകാലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ബ്രെഡ് പോക്കറ്റ്സ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കൽ ഷവർമ ബ്രെഡ് പോക്കറ്റ്സ് ആണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ബ്രെഡ് പോക്കറ്റ്സ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നിങ്ങളിൽ അധിക പേരും ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു പുതിയ റെസിപ്പി തന്നെയാണ് അത്. വളരെ വ്യത്യസ്തമായ ടേസ്റ്റുമാണ് കേട്ടോ. ഷവർമ ബ്രെഡ് പോക്കറ്റ്സുമായിട്ട് ഇത് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സിലേക്കുള്ള പിസ്സയുടെ ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളൊക്കെ ഒലിവ് ഓയിൽ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇത് കുറച്ച് വലിയ അല്ലി കേട്ടോ, അതുകൊണ്ട് 2 മതി. ചെറുതാണെങ്കിൽ ഒരു 3-4 എടുക്കാം. അതിനൊന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളിനെ ഒന്ന് ജസ്റ്റ് വഴറ്റിയിട്ടെടുക്കാം. അതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റുക. അപ്പോൾ അതിൻ്റെ നല്ല ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരും. അതിൻ്റെ ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളേൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്താണത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമ്മൾ വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത് ബിങ്സ്പോട്ട് എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നാണ് കേട്ടോ. UAE-ലുണ്ട് ഒരു ചാനലാണ്. അവരുടെ അടുത്ത് നിന്നാണ് എനിക്ക് റെസിപ്പി കിട്ടിയത്. അവരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സവാളനെ ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും കൂടെ വേണ്ട ഉപ്പ് നമ്മൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. സവാളയ്ക്കൊന്ന് നന്നായിട്ട് വാടി വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ്റെ ബോൺലെസ് പീസസ് ചെറിയ ക്യൂബ്സായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. നമുക്ക് ഏത് സൈസിലാണ് വേണ്ടിയെന്ന് വെച്ചാൽ ആ സൈസിൽ കട്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യായിരിക്കും നല്ലത്. കാരണം നമുക്കിതിനെ ബ്രെഡ് പോക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും. അപ്പോൾ ചിക്കൻ ഇതിലിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വരും. എന്നാലും നമ്മളിതിനെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. കുറച്ച് സമയം എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട. ഈ ചിക്കൻ്റെ കളറൊക്കെ നല്ലോണം ഒരു വൈറ്റ് കളറായി വരുന്നവരെ മാത്രം മതി. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിനെ ഒന്ന് അടച്ചു വെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഒരു കുറച്ച് സമയം, വളരെ കുറച്ച് സമയം മതിയാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് വൈറ്റ് കളറായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ട് വൈറ്റ് കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേവൂലേ വിചാരിച്ച് ആരും ടെൻഷൻ ആവേണ്ട. നമ്മൾ ഇതിനെ കുറച്ചുകൂടെ സമയം കുക്ക് ചെയ്യും. അപ്പോഴേക്കും നല്ല വേവാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. അതായത് കുറച്ച് വലിപ്പമുണ്ട് ഒരു തക്കാളീനെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തത്. വെള്ളമൊന്നും ചേർക്കരുത്. തക്കാളി ജസ്റ്റ് കട്ട് ചെയ്ത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിന് കുറച്ച് വലിപ്പമുണ്ട് ഒരു തക്കാളീനെ എടുക്കുക കേട്ടോ നല്ലത്. എന്നിട്ട് ടൊമാറ്റോ പ്യൂരി ഒഴിച്ച ശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഈ ടൊമാറ്റോ പ്യൂരിൻ്റെ കളർ കണ്ടോ ചെറുതായിട്ടൊന്ന് മാറിയിട്ട് വരും. അതൊന്ന് കുക്കാവുമ്പോഴാണത്. അതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്, നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരിഗാനോ ആണ്. അപ്പോൾ ഈ സംഭവം മസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കണമെങ്കിൽ. കാരണം ഇതിൻ്റെ ഫ്ലേവർ വന്നാലേ കറക്റ്റ് ആ ഒരു പിസ്സയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരിഗാനോ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും എന്ന് തോന്നുന്നു. ഒരിഗാനോയും നമ്മൾ 1 ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരിഗാനോ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ബ്രെഡ് പിസ്സ ഒക്കെ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. നാട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം, മറക്കരുത് കേട്ടോ. അതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ആ പൊടികളുടെ ഒരു കുത്തൽ വരും. ഇനി നമുക്ക് ചേർക്കേണ്ടത് സോസസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഈ സോസ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. കാരണം ആ സോസിൻ്റെ ഫ്ലേവറൊക്കെ ആ ചിക്കൻ്റെ പീസസിലേക്ക് ഒന്ന് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിനെ അടച്ച് വെച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോഴേക്കും ഈ ഒരു ായിട്ടുണ്ടാകും. ഇപ്പോൾ സോസൊക്കെ നല്ലോണം ചിക്കൻ പീസസിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ക്യാപ്സിക്കാണ്. അപ്പോൾ ക്യാപ്സിക്കം ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ഒലീവ്സും കൂടി ചേർക്കുന്നുണ്ട്.
അപ്പോൾ ക്യാപ്സിക്കം ഞാനൊരു അര ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. ഒലീവ്സ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ഒലീവ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് മാത്രം ചേർത്തത്. എന്നിട്ട് ഒന്നുകൂടെ അടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതിൻ്റെ ക്രഞ്ചിനെസ് പോവരുത് കേട്ടോ, കുറച്ചൊന്ന് കുക്ക് ചെയ്താൽ മതി. പിന്നെ ഒലീവ് ചേർക്കുമ്പോൾ ഒരുപാട് ഒലീവ് ചേർക്കണ്ട, അപ്പോൾ കംപ്ലീറ്റ് ഒലീവിൻ്റെ ടേസ്റ്റ് മാത്രമായി പോവും. കുറച്ച് ഒലീവ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ അതിലേക്കുള്ള ഫില്ലിങ്, അതായത് ആ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിവിടെ അടിച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇതൊന്ന് തണുക്കണം, കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാണ്ട് കേട്ടോ. തൽക്കാലം ഇതിനിവിടെ അടിച്ച് വെക്കാം. പിന്നെ ഞാനിവിടെ ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. ഇതിന് നമുക്ക് 4 എണ്ണം ഉണ്ടാക്കാം. അതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 8 പോക്കറ്റ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വെള്ളം തടവി കൊടുക്കുകയാണ് സൈഡിൽ, എന്നിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടാക്കിയാൽ തന്നെ ഒട്ടും. ഇനി അങ്ങനെ ഒട്ടൂലേ സംശയമുള്ളവർക്കാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. കുറച്ചൊന്ന് വെള്ളം തടവിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഈ ഷേപ്പിൽ തന്നെ ആക്കുന്നത്. പിന്നെ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടല്ലോ, അതിനെ ഓരോന്നിനായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ബ്രെഡ് ക്രംസിൽ നല്ല പോലെ തന്നെ കോട്ട് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോട്ട് ചെയ്യാം. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ കുറേ എണ്ണ കുടിക്കും. അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിയുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായ ശേഷം മാത്രമേ ബ്രെഡ് പോക്കറ്റ്സ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേഗം എണ്ണ കുടിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ പുറമേണ്ട കളറ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മാറണം. അതുവരെ ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ ആവട്ടോ, ഈ ഒരു കളറായാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഇതേപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടും എടുക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് സ്ക്വയറിലാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഇത് നമ്മുടെ മസാലയാണ്. ഇപ്പോൾ മസാലയുടെ ചൂടൊക്കെ ഏകദേശം ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒരു ക്രീമി ഫില്ലിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മയോണൈസ് ചേർക്കണം, എന്നാലേ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ അതിൻ്റെ ഒരു ഫില്ലിങ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ എരിവും ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിലും നമ്മൾ മയോണൈസ് ചേർക്കൽ നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും മയോണൈസ് ചേർത്തിട്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ മയോണൈസൊക്കെ ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ ഇതാ കണ്ടോ, നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് ആ മിക്സ്ചർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫില്ലിങ്ങും നല്ല ഭംഗിയില്ലേ കാണുമ്പോൾ തന്നെ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. അപ്പോൾ വേറൊരു കാര്യം, ഈ ബ്രെഡ് പോക്കറ്റ്സ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. പിന്നെ ഇത് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റില്ല, ഇത് ഫ്രൈ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഫില്ലിങ്ങും റെഡിയാക്കി വെക്കാം. നോമ്പ് തുറക്കുന്നതിന് ജസ്റ്റ് മുമ്പ് മാത്രം ഇത് ഉള്ളിൽ ഫില്ല് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് അങ്ങ് അലിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ആ ഒരു ക്രഞ്ച്നെസ്സോട് കൂടിയിട്ട് കഴിക്കണം, നല്ല രസം ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് കണ്ടോ, ഉള്ളിൽ നല്ല പോക്കറ്റ്സ് ആയിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാത്തിനെയും ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളുടെ ഷവർമ ബ്രെഡ് പോക്കറ്റ്സും കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് അറിയിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാത്തവർ. അതും നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫില്ലിങ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, പക്ഷേ നല്ലോണം ഫില്ലിങ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഫില്ല് ചെയ്ത ശേഷം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ പുറത്തൊരു ഒലീവൊക്കെ വെച്ചിരുന്നു. അതേപോലെ എനിക്ക് എക്സ്ട്രാ ഒലീവ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും, കഴിക്കുമ്പോഴും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, കുറേ നേരത്തെ ഫില്ല് ചെയ്ത് വെക്കരുത്. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ് മാത്രം ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ അത് അലിഞ്ഞ് ഒരു രസമില്ലാണ്ട രീതിയിൽ ആയിപ്പോവും. അതുകൊണ്ടാട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് റെഡിയാണ്. ഇതിനെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, ആ ഫില്ലിങ് എന്തുമാത്രം ക്രീമിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ